Dear BCom Finance and Taxation students, in your third semester, MG University included a paper named GST, Goods and Service Tax. It's a new paper having 90 instructional hours. 90 ഇൻസ്ട്രക്ഷൻ അവേഴ്സ് ഉള്ള ഒരു പുതിയ പേപ്പറാണ്. ഈ പേപ്പറിൽ നിങ്ങൾക്ക് എന്താ GST ആക്ടിൻ്റെ എല്ലാ പ്രൊവിഷൻസും ഇതിൻ്റെ റൂൾസും പ്രൊസീജിയേഴ്സും എല്ലാം നിങ്ങൾ സ്വായത്തമാക്കുകയും BCom ഡിഗ്രി പാസ്സാകുന്നതോടുകൂടി ഒരു GST പ്രാക്ടീഷണർ ആക്കാൻ നിങ്ങളെ എലിജിബിൾ ആക്കുകയും ചെയ്യുക. അതാണ് MG യൂണിവേഴ്സിറ്റി ഈ പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവരുടെ മെയിൻ ഓബ്ജക്റ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഈ സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് GSTയെ സംബന്ധിച്ചുള്ള ഈ 90 ഇൻസ്ട്രക്ഷണൽ അവേഴ്സ് MG യൂണിവേഴ്സിറ്റി ഏത് രീതിയിലാണ് കവറപ്പ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനാണ് ഈ ഒരു പർട്ടിക്കുലർ സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ MG യൂണിവേഴ്സിറ്റിയുടെ 90 ഇൻസ്ട്രക്ഷണൽ അവേഴ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അവർ പ്രധാനമായിട്ടും MG യൂണിവേഴ്സിറ്റിയുടെ 5 മോഡ്യൂളായിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ പേപ്പറിനെ തിരിച്ചിരിക്കുന്നത്. 5 മോഡ്യൂളുകൾ, 5 മോഡ്യൂളിൽ ഒരു 90 ഇൻസ്ട്രക്ഷണൽ അവേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു മോഡ്യൂള് നോക്കുകയാണെങ്കിൽ ആദ്യ മോഡ്യൂൾ എന്താ? ഇൻട്രൊഡക്ഷൻ ടു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നമ്മുടെ ആ ബേസിസ് ഓഫ് ലോ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, ടാക്സ് വന്നു കഴിയുമ്പോൾ എന്താ, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എന്താണ്, പിന്നെ അത് കഴിയുമ്പോൾ വരുന്ന GSTയിലേക്ക് വരുന്നു. അപ്പം ആദ്യത്തെ എന്താ, ഇൻട്രൊഡക്ടറി പാർട്ടിൽ സ്റ്റേജ് ഓഫ് എവല്യൂഷൻ ഓഫ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ. ഇത് 2004 ആരംഭിച്ച് 2017 നടപ്പിലാക്കപ്പെട്ട ഈ ഒരു പുതിയ ടാക്സ് സിസ്റ്റം, അതിൻ്റെ എവല്യൂഷൻ ബ്രീഫായിട്ട്, വളരെ ബ്രീഫായിട്ട് ഫസ്റ്റ് മോഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിന്നീട് മെത്തഡോളജി ഓഫ് GSTയുടെ ആ മെത്തഡോളജി എന്താണ്, ദെൻ സബ്സ്യൂമിങ് ഓഫ് ടാക്സസ്, ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. സബ്സ്യൂമിങ് ഓഫ് ടാക്സസ് ഈ GST ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത് എന്താ, ഇന്ത്യയിലെ ഈ കാസ്കേഡിങ് ഇഫക്റ്റ് ഓഫ് ടാക്സ്, ഒന്നിന് പുറകെ ഒന്നായിട്ട് ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ ഒഴിവാക്കുക. അതാണ് എന്താ, അവോയ്ഡിങ് ദി കാസ്കേഡിങ് ഇമ്പാക്ട് ഓഫ് ടാക്സ്. അതൊരു പ്രധാനപ്പെട്ട എയിമായിട്ടാണ് GSTയിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട്, GSTയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഇത് എത്രാമത്തെ അമെൻമെന്റ് ആണ്? GST എന്താ, 101, 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് GSTയുടെ ഇംപ്ലിമെന്റേഷൻ വന്നിരിക്കുന്നത്. ദെൻ ബെനഫിറ്റ്സ് ഓഫ് ഇംപ്ലിമെന്റിംഗ് GST നടപ്പിലാക്കുന്നതോട് കൂടിയുള്ള പ്രധാനപ്പെട്ട ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്? ബെനഫിറ്റ്സ് ടു ദി കൺസ്യൂമേഴ്സ്, ബെനഫിറ്റ്സ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ്, ബെനഫിറ്റ്സ് ടു സെൻട്രൽ ഗവൺമെന്റ്, ബെനഫിറ്റ്സ് ടു ദി കോർപ്പറേറ്റ് ആൻഡ് ബെനഫിറ്റ്സ് ടു ദി ജനറൽ പബ്ലിക്. അപ്പം GST നടപ്പിലാക്കുന്നത് കൊണ്ട് പ്രധാനപ്പെട്ട പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ആ പ്രയോജനങ്ങൾ തന്നെ കൺസ്യൂമേഴ്സിന് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, യൂണിയൻ ടെറിട്ടറികൾക്ക് പ്രയോജനങ്ങൾ എന്താണ്, ഇതിനൊക്കെ ഉപരിയായിട്ട് എന്താ, ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടറിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ദെൻ ജനറൽ പബ്ലിക്. ഇതാണ് ബെനിഫിറ്റ്സ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് GST കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ സ്ട്രക്ചർ ഓഫ് GSTയുടെ ഒരു ഘടന, സ്ട്രക്ചർ ഓഫ് GST, അതിൽ തന്നെ CGST ഉണ്ട്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, then SGST, State Goods and Service Tax, then IGST, Integrated Goods and Service Tax, then UTGST, Union Territories Goods and Service Tax. CGST, Central Goods and Service Tax, levied and imposed by the central government. Then SGST, State Goods and Service Tax, levied and imposed by illegal charge by the state government. Integrated goods and service tax, that is also levied and collected by the central government. Then in case of union territories,
UTGST, യൂണിയൻ ടെറിട്ടറീസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. മീനിങ് ഇതുകൊണ്ടുള്ള ഒരു ഡിവിഷൻ ഏത് രീതിയിലാണ് വരുന്നത്. ദെൻ അഗെയിൻ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് ഡെഫിനിഷൻസ്. GSTയുടെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സും ഡെഫിനിഷൻസും എന്തൊക്കെയാണ്. ദെൻ GST ആക്ടിന്റെ കീഴിൽ വരുന്നതാണ് പ്രധാനപ്പെട്ട ഡെഫിനിഷൻസും കോൺസെപ്റ്റ്സും. ദെൻ IGST ആക്ട്, അപ്പം IGST ആക്ടും GST ആക്ടും ഒക്കെ അതിൽ തന്നെ GSTN, ദെൻ HSN കോഡ്, SAC കോഡ്, GST കൗൺസിൽ, ഇതിൻ്റെ എല്ലാം മീനിങ്ങും ഡെഫിനിഷനും ഈ ഒരു ഫസ്റ്റ് മോഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം GSTയെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ബോധ്യം, എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് GST, അതാണ് ഈ ഒരു മോഡ്യൂൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ GST കൗൺസിലിന്റെ സ്ട്രക്ചർ, GST കൗൺസിലിന്റെ ആരാണ് അതിന്റെ ചെയർമാൻ, ദെൻ ആരൊക്കെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ട്, വോട്ടിംഗ് റൈറ്റ്സ് ഏത് രീതിയിലാണ് GSTയുടെ, നീ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ വസ്തുക്കളാണ് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, GST പറവിന് വെളിയിൽ വരുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഏതൊക്കെയാണ്, ഇതൊക്കെ ഈ GST കൗൺസിൽ തീരുമാനിക്കുന്നു. ദെൻ പവർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് GST കൗൺസിൽ. ദെൻ ഡെഫിനിഷൻസ്, പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന കുറെ ഡെഫിനിഷൻസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് അഗ്രഗേറ്റ് ടേൺ ഓവർ, GSTയുടെ രജിസ്ട്രേഷൻ ആവശ്യമായ ടേൺ ഓവർ എത്രയാണ്, അഗ്രഗേറ്റ് ടേൺ ഓവർ എന്താണ്. ദെൻ ഏജന്റ്, അഗ്രികൾച്ചറിസ്റ്റ്, ബിസിനസ്, ക്യാപിറ്റൽ ഗുഡ്സ് ടാക്സബിൾ പേഴ്സൺ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, ഇതിന്റെ എല്ലാം മീനിങ്ങും ഡെഫിനിഷനും പഠിക്കാൻ വരുന്നുണ്ട്. ഇതെല്ലാം ഫസ്റ്റ് മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, നോൺ റെസിഡന്റ്, ഇന്ത്യയിൽ റെസിഡന്റ് അല്ലാത്ത ഒരു വ്യക്തി എങ്ങനെ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് മാറും. റെസിഡന്റും നോൺ റെസിഡന്റും, ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരായവരുണ്ട്, റെസിഡൻസ് ആണ്. നോൺ റെസിഡന്റ്, ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരനല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റി അയാൾക്കുണ്ടാകുന്നത്. ദെൻ കാഷ്വൽ പേഴ്സൺ, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. ദെൻ കോമൺ പോർട്ടൽ, ഇ കൊമേഴ്സ്, ഇന്ത്യ, കോമ്പോസിറ്റ് സപ്ലൈ, മിക്സ് സപ്ലൈ, ഇതിന്റെ എല്ലാം മീനിങ് ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനുണ്ട്. Then who is a supplier, what are goods, then what all things are included in services, ഗുഡ്സും സർവീസും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ദെൻ ഔട്ട്പുട്ട് ടാക്സ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ദെൻ കോമ്പോസിറ്റ് സപ്ലൈ, മിക്സ് സപ്ലൈ, എക്സംപ്റ്റഡ് സപ്ലൈ, ഏതൊക്കെ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നു. ദെൻ ഔട്ട്വേർഡ് സപ്ലൈ, ഇതെല്ലാം മീനിങ് ഡെഫിനിഷനുമാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കാനുള്ളത്. ഔട്ട്വേർഡ് സപ്ലൈ, ദെൻ പ്രിൻസിപ്പൽ സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, സപ്ലയർ, ഗുഡ്സ് ആൻഡ് സർവീസസ്, ഔട്ട്പുട്ട് ടാക്സ്, ജോബ് വർക്ക്, മാനുഫാക്ചർ, ഇൻപുട്ട്. ദെൻ ഇൻവേർഡ് സപ്ലൈ, ഇൻപുട്ട് ടാക്സ്, ദെൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇൻപുട്ട് ടാക്സ് എന്താ, ഒരാള് സാധനങ്ങൾ വാങ്ങുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ആണ് ഇൻപുട്ട് ടാക്സ്. ഈ വാങ്ങിയ സാധനങ്ങൾ വിൽക്കുമ്പോൾ അതിന്റെ മേൽ വീണ്ടും ടാക്സ് വരുന്നുണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇൻപുട്ട് ടാക്സ്, അപ്പം വാങ്ങിയപ്പോൾ പേ ചെയ്ത ആ ഒരു ടാക്സ് ക്രെഡിറ്റ് കിട്ടാനുള്ള ഒരു റൈറ്റ് ഉണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇതിന്റെ എല്ലാ ഒരു കോൺസെപ്റ്റും മീനിങ്ങും വളരെ ക്ലിയർ ആയിട്ട് ഈ ഫസ്റ്റ് മോഡ്യൂളിൽ പറയുന്നുണ്ട്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്. ദെൻ പേഴ്സൺ, ഹു ഇസ് എ പേഴ്സൺ, GST ആക്ട് പ്രകാരം ഒരു പേഴ്സൺ ആരാണ്. ദെൻ പ്ലേസ് ഓഫ് ബിസിനസ്, GST ആക്ടിൽ പ്ലേസ് ഓഫ് ബിസിനസ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്. ദെൻ റിവേഴ്സ് ചാർജ്, വർക്ക്സ് കോൺട്രാക്ട്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്, എക്സ്പോർട്ട് ഓഫ് സർവീസസ്. ദെൻ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസും ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസും. ദെൻ ഇന്റർമീഡിയറി, ഹു ഇസ് ആൻ ഇന്റർമീഡിയറി, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിലും ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിലും ഇന്റർമീഡിയറീസ് ഉണ്ടായേക്കാം. ഇവിടെയൊക്കെ ഇടനിലക്കാരൻ, ഹു ഈസ് ആൻ ഇന്റർമീഡിയറി. ദെൻ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ്, ഒരു സർവീസ് സപ്ലയറിന്റെ ലൊക്കേഷൻ എവിടെയാണ് അയാൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് ഓഫ് സർവീസ്,
സ്വീകരിക്കുന്നയാളിൻ്റെ ലൊക്കേഷൻ എവിടെ അവർ സ്ഥിതി ചെയ്യുന്നു, സപ്ലയറിൻ്റെ ലൊക്കേഷൻ, റെസിപ്പിയൻറ്റിൻ്റെ ലൊക്കേഷൻ, ദെൻ ടാക്സബിൾ ടെറിട്ടറി, ഏതൊക്കെ ടെറിട്ടറിയിലാണ് ടാക്സബിൾ ആയിരിക്കുന്നത്, ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്ന ടാക്സബിൾ ടെറിട്ടറിക്ക് വെളിയിലാണോ, ദെൻ നോൺ ടാക്സബിൾ ടെറിട്ടറി. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും അത് വളരെ ക്ലിയർ ആയിട്ട് ഈ ആദ്യത്തെ മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് മോഡ്യൂൾ MG യൂണിവേഴ്സിറ്റി മീൻ ചെയ്യുന്നത് 10 ഇൻസ്ട്രക്ഷണൽ അവേഴ്സ് ആണ്. ഇത്രയും കാര്യങ്ങളെല്ലാം ബ്രീഫായിട്ട് നമ്മൾ കുറേ മീനിങ്ങുകൾ, കുറേ ഡെഫിനേഷൻസ്, അതാണ് വ്യക്തമായിട്ട് നമ്മളെന്താ മുന്നോട്ട് ഈ ഒരു സബ്ജക്റ്റ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ബേസിക് ആയിട്ടുള്ള കുറേ നോളജ് ആവശ്യമാണ്. അപ്പം GST ആക്റ്റും അതിൻ്റെ പ്രൊവിഷൻസും ഒക്കെ മുന്നോട്ട് പഠിക്കുമ്പോൾ ആവശ്യമായി വന്നേക്കാവുന്ന ടേംസിൻ്റെയും ആവശ്യമായി വന്നേക്കാവുന്ന കോൺസെപ്റ്റ്സിൻ്റെയും ഒക്കെ മീനിങ്ങും ഡെഫിനേഷനും ബ്രീഫ് എക്സ്പ്ലനേഷനുമാണ് ഈ ഫസ്റ്റ് മോഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ you will move to next module, that is module 2, levy, tax collection and reverse charge mechanism. എങ്ങനെയാണ് GST ലെവി ചെയ്യുന്നത്, അത് ഏത് രീതിയിലാണ് കളക്ട് ചെയ്യുന്നത്, വീണ്ടും അതിൻ്റെ ആ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താണ്. സെക്കൻഡ് മോഡ്യൂളിൽ ഇത് ഒരു 20 ഇൻസ്ട്രക്ഷണൽ അവേഴ്സ് കൊണ്ട് കവർ ചെയ്യേണ്ട കാര്യമാണ്. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ലെവി, ടാക്സ് കളക്ഷൻ ആൻഡ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. ലെവി കൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്, ദെൻ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ്, ടാക്സ് ലെവി ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും, ചാർജ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും അതിൻ്റെതായ മെക്കാനിസം. ഇന്ത്യയിൽ GST ലെവി ചെയ്യുന്നതിനും കളക്ട് ചെയ്യുന്നതിനുമുള്ള ഒരു മെക്കാനിസം എന്താണ്. ദെൻ റേറ്റ്സ് ഓഫ് GSTയുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ റേറ്റ്സ് എന്താണ്, അതുതന്നെ CGSTയുടെ റേറ്റ് എന്താണ്, SGSTയുടെ റേറ്റ് എന്താണ്, IGST വന്നു കഴിഞ്ഞാൽ റേറ്റ് എന്തായിട്ട് മാറും, റേറ്റ്സ് ഓഫ് GST. ദെൻ സ്കോപ്പ് ഓഫ് സപ്ലൈ, സപ്ലൈയുടെ സ്കോപ്പ്, എന്തൊക്കെ കാര്യങ്ങൾ സപ്ലൈയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ കോമ്പോസിറ്റ് ആൻഡ് മിക്സ് സപ്ലൈസ്, ഇതും സെപ്പറേറ്റ് ആയിട്ട് തന്നെ. കോമ്പോസിറ്റ് സപ്ലൈ എന്താണ്, മിക്സ് സപ്ലൈ എന്താണ്. ദെൻ ഇ കൊമേഴ്സ് അണ്ടർ GST റെജീം, നമ്മൾ ആ GST റെജീമിൻ്റെ കീഴിൽ ഇ കൊമേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ ഇ കൊമേഴ്സിൻ്റെ ഡീലിങ്സ് എങ്ങനെയായിരിക്കും. അത് GST റെജീം എന്ന് കഴിയുമ്പം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും എൻ്റെ ഡിഫറൻ്റ് ആയ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് വരുന്നത്. അപ്പം ഇ കൊമേഴ്സിൻ്റെ നടപടിക്രമങ്ങൾ അണ്ടർ ദി GST റെജീം. ദെൻ ലയബിലിറ്റി ടു പേ ടാക്സ്, ആർക്കാണ് ടാക്സിൻ്റെ പേയ്മെൻറ്റിനുള്ള ലയബിലിറ്റി ഉണ്ടാകുന്നത്. GST is a destination based tax payable by the ultimate consumer. GST ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് GST is a destination based tax ആണ്. ഇത് അൾട്ടിമേറ്റ് കൺസ്യൂമർ ആണ് ഇതിന്റെ ടാക്സ് ലയബിലിറ്റി വരുന്നത്. അപ്പൊ ആർക്കാണ് GSTയുടെ ലയബിലിറ്റി ഉണ്ടായിരിക്കുന്നത്. Then who is liable to pay the tax. Then reverse charge mechanism, composition scheme of levy value of taxable supply, then interstate supply and intrastate supply. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും എന്താ, സോ ദിസ് പർട്ടിക്കുലർ മോഡ്യൂൾ ഡീൽസ് വിത്ത് ദി ലെവി ആൻഡ് കളക്ഷൻ ഓഫ് GST ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ GST ലെവി ചെയ്യുന്നതിനും കളക്ട് ചെയ്യുന്നതിനുമുള്ള ഒരു മെക്കാനിസം, അത് വളരെ എലാബറേറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. അപ്പം അതിൽ തന്നെ നമ്മുടെ CGSTയുടെ കളക്ഷൻ, IGSTയുടെ കളക്ഷൻ, SGSTയുടെ കളക്ഷൻ, ഇത് ആര് ലെവി ചെയ്യും, ഇനി ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏത് രീതിയിലായിരിക്കും. അപ്പം അതുപോലെ തന്നെ എന്താ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ എന്താണ്, വാട്ട് യു മീൻ ബൈ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ. ഇൻട്രാ മീൻസ് എന്താ, വിതിൻ എ സ്റ്റേറ്റ്. അവിടെ സപ്ലയറും ബയറും ഒരു സ്റ്റേറ്റിനുള്ളിലാണെങ്കിൽ അത് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണ്. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈയിൽ GSTയുടെ ലയബിലിറ്റി ആർക്കാണ്. രണ്ടാമത് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ സപ്ലയർ ഒരു സംസ്ഥാനത്തും ബയർ മറ്റൊരു സംസ്ഥാനത്തുമാണെങ്കിൽ അതെന്താ വരും, ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ. ഇപ്പൊ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈയുടെ കാര്യത്തിൽ ഏത് സ്റ്റേറ്റിലാണ് GST കളക്ട് ചെയ്യുന്നത്, ലെവി ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ
മൂന്നാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ? ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ, ഈ കാര്യത്തിലെല്ലാം. ദെൻ IGST, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ കളക്ഷൻ, അതിന്റെ റൈറ്റ് ആർക്കാണ്. ഇങ്ങനെ വളരെ എലാബറേറ്റ് ആയിട്ട് GSTയുടെ ലെവിയും കളക്ഷൻ മെക്കാനിസവും എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യപ്പെടുന്ന ഒരു മോഡ്യൂളാണ് സെക്കൻഡ് മോഡ്യൂൾ. ദെൻ മൂന്നാമത്തെ മോഡ്യൂൾ, ദി തേർഡ് മോഡ്യൂൾ, ദാറ്റ് ഈസ് അബൌട്ട് കോൺസെപ്റ്റ് ഓഫ് ടൈം ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ആൻഡ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. മൂന്നാമത്തെ മോഡ്യൂളിൽ എന്താ? കോൺസെപ്റ്റ് ഓഫ് ടൈം ആൻഡ് സപ്ലൈ ആൻഡ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. ഇതെല്ലാം GSTയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ തന്നെ ടൈം ഓഫ് സപ്ലൈ, ഒരു സപ്ലൈ എപ്പോഴാണ് നടന്നതായിട്ട് കണക്കാക്കുന്നത്, ടൈം ഓഫ് സപ്ലൈ. ദെൻ പ്ലേസ് ഓഫ് സപ്ലൈ, എവിടെയാണ് ഇതിന്റെ സപ്ലൈ നടന്നിരിക്കുന്നത്, ടൈം ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ. ദെൻ സിഗ്നിഫിക്കൻസ്, സിഗ്നിഫിക്കൻസ് രണ്ടിനും പ്രാധാന്യമുണ്ട്, സിഗ്നിഫിക്കൻസ് ഉണ്ട്. ടൈം ഓഫ് സപ്ലൈക്കും പ്ലേസ് ഓഫ് സപ്ലൈക്കും വളരെ പ്രാധാന്യമുണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് ടൈം ഓഫ് സപ്ലൈ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ. ദെൻ ടൈം ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ. ഇനി ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈയുടെ കാര്യത്തിൽ ഒരു സംസ്ഥാനത്തിനുള്ളിലാണ് സപ്ലൈ നടക്കുന്നതെങ്കിൽ, സെല്ലിങ്ങും ബൈയിങ്ങും ആക്ടിവിറ്റി നടക്കുന്നത് ഒരു സംസ്ഥാനത്തിനുള്ളിലാണെങ്കിൽ അവിടെ എന്താ? ഈ ടൈം ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ അത് നമ്മൾ ഏത് രീതിയിലാണത് അസസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്? സോ ടൈം ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് ആൻ ഇൻട്രാസ്റ്റേറ്റ് ഡീലിംഗ്, ഒരു സ്റ്റേറ്റിന്റെ ഒരു സംസ്ഥാനത്തിന്റെ ഉള്ളിലാണ് എങ്കിൽ ഇൻട്രാസ്റ്റേറ്റ് ഡീലിംഗ്സ്. ദെൻ അഗെയിൻ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ, ഇത് രണ്ട് രീതിയിലുണ്ട്. ടൈം ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് ആൻ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആൻഡ് ടൈം ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് ആൻ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. ഇതിന്റെ എല്ലാം മീനിങ് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഹൗ ടു ഐഡന്റിഫൈ ദി പ്ലേസ്, ഹൗ ടു ഐഡന്റിഫൈ ദി ടൈം ഇൻ കേസ് ഓഫ് ആൻ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ, അഗെയിൻ ഇൻ കേസ് ഓഫ് ആൻ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. കാരണം നമ്മൾ ടാക്സിന്റെ ചാർജ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലെവി ചെയ്യുന്നതിലും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ദെൻ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇതും അതിന്റെ ടൈം ആൻഡ് പ്ലേസും റിഗാർഡിംഗ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതൊരു 10 അവേഴ്സിന്റെ 10 ഇൻസ്ട്രക്ഷൻ അവേഴ്സിന്റെ ഒരു മോഡ്യൂളാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 10 ഇൻസ്ട്രക്ഷൻ അവേഴ്സ് ആണ് MG യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത്. Then again, the fourth module is input tax credit and payment of GST. Input tax credit പ്രധാനമായിട്ടും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ മീനിങ്, അതിന്റെ ആ ക്രെഡിറ്റിന്റെ മെക്കാനിസം. ദെൻ പേയ്മെന്റ് ഓഫ് GSTയുടെ പേയ്മെന്റ്, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഫോർത്ത് മോഡ്യൂളിൽ പറയുന്നുണ്ട്. അപ്പൊ ഫോർത്ത് മോഡ്യൂളിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് GST. ദെൻ ഇതിൽ തന്നെ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ, നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറഞ്ഞായിരുന്നു. GST ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രധാന ഓബ്ജക്റ്റീവായിട്ട് പറയുന്നത് ടു അവോയ്ഡ് ദി കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ ഇൻ ഇന്ത്യ. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരു വസ്തുവിന്റെയോ സർവീസിന്റെയോ മേൽ ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്ന ആ ഒരു അവസ്ഥ ഒഴിവാക്കുക. GSTയുടെ മെയിൻ ഓബ്ജക്റ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഇതിൽ ഡ്യുവൽ ടാക്സേഷൻ ഇപ്പോഴും തുടരുന്നുണ്ട്. ഒരേ ഗുഡ്സിന്റെ അല്ലെങ്കിൽ ഒരേ സർവീസിന്റെ മേൽ സെൻട്രലും സ്റ്റേറ്റും ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷെ വീണ്ടും എന്താ? ഒന്നിലധികം, നേരത്തെ അതിന് മുമ്പ് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റീസ്, മുനിസിപ്പൽ അതോറിറ്റീസ്, ഇങ്ങനെ കുറേയേറെ ഏജൻസികൾ ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ കാസ്കേഡിംഗ് ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഫുള്ളി അവോയ്ഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ദി ടാക്സ് പെയ്ഡ് ബൈ എ ഡീലർ ഓൺ ദി പർച്ചേസ് ഓഫ് ഗുഡ്സ്, അതിന്റെ മേൽ പേ ചെയ്യുന്ന ടാക്സ്. അപ്പം ഈ ഡീലർ അത് വീണ്ടും വിൽപ്പന നടത്തി കഴിയുമ്പോൾ ആ ഡീലർ പേ ചെയ്യുന്ന ടാക്സിൽ നിന്നും ഓൾറെഡി വാങ്ങിയപ്പോൾ പേ ചെയ്ത ടാക്സ് അത് കുറയ്ക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് മീൻ ചെയ്യുന്നത്. അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ മാനർ ഓഫ് ക്ലെയിമിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻസ്.
ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പല സാഹചര്യങ്ങളിൽ ഏത് രീതിയിലാണ് ക്ലെയിം ചെയ്യാവുന്നത്? ഒരു ഡീലർ ഓൾറെഡി ഇൻപുട്ട് ടാക്സ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡീലർക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഏതൊക്കെ രീതിയിൽ ഇൻപുട്ട് ടാക്സിന്റെ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം? ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്, ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാം, ഹൗ ടു കമ്പ്യൂട്ട് ദി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ദെൻ ഇൻപുട്ട് സർവീസിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ മെത്തഡോളജി, ദെൻ കമ്പ്യൂട്ടേഷൻ അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, ദെൻ റിക്കവറി ഓഫ് ക്രെഡിറ്റ്, റിവേഴ്സൽ ഓഫ് ക്രെഡിറ്റ്, ഇതെല്ലാം ഇതിൻ്റെ അകത്തുള്ള റിവേഴ്സൽ ഓഫ് ക്രെഡിറ്റിന്റെ മീനിങ് എന്താണ്, യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ യൂട്ടിലൈസേഷൻ അത് ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം, then cases in which input tax credit is not available, ഈ എല്ലാ കേസസിലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ അല്ല. ഏതൊക്കെ കേസ് അല്ലെങ്കിൽ ഏതൊക്കെ സർക്കംസ്റ്റാൻസിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം ഒരു ഡീലർക്ക്, ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഇൻപുട്ട് ടാക്സിന്റെ ക്രെഡിറ്റ് അവൈലബിൾ അല്ല. Then again unauthorized collection of tax, അതുപോലെ തന്നെ ടാക്സിന്റെ ഇൻവോയ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ടാക്സ് ഇൻവോയ്സ്, what do you mean by tax invoice, how to prepare a tax invoice, then what do you mean by unauthorized collection of tax, ആർക്കൊക്കെയാണ് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളത്, ഇനി അതോറിറ്റി ഇല്ലാത്ത ഒരാളാണ് ഇത് ഒരു ഒഫീഷ്യലാണ് ഇത് കളക്ട് ചെയ്യുന്നെങ്കിൽ, ഒരു ഏജൻസിയാണ് ഇത് കളക്ട് ചെയ്യുന്നെങ്കിൽ അതെന്തായിട്ട് മാറും, അൺഓതറൈസ്ഡ് ആയിട്ട് മാറും. അൺഓതറൈസ്ഡ് കളക്ഷൻ ഓഫ് ടാക്സ്. ദെൻ ക്രെഡിറ്റ് നോട്ട്സും ഡെബിറ്റ് നോട്ട്സും വരുന്നുണ്ട്. ക്രെഡിറ്റ് നോട്ട്സ് ടാക്സ് GSTയിൽ ക്രെഡിറ്റ് നോട്ട്സിന്റെ മീനിങ് എന്താണ്, ഡെബിറ്റ് നോട്ട്സിന്റെ മീനിങ് എന്താണ്. ദെൻ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ വരുന്നു. ദെൻ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, രണ്ടും ഉണ്ട്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറും ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറും അതിന്റെ പ്രിപ്പറേഷൻ, ഹൗ ടു പ്രിപ്പയർ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ദെൻ അഗെയിൻ പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, ദെൻ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. ഇതെല്ലാം നമ്മൾ അക്കൗണ്ടിങ്ങിൽ വരുന്ന കാര്യങ്ങൾ തന്നെ. ലെഡ്ജർ, ഈ ലെഡ്ജേഴ്സ് ഒക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യും, അതിന്റെ മീനിങ് എന്താണ്. ദെൻ മാനർ ഓഫ് പേയ്മെന്റ് ഓഫ് ടാക്സ്, ഏതൊക്കെ രീതിയിൽ GST അല്ലെങ്കിൽ ടാക്സ് നമുക്ക് പേ ചെയ്യാം, ഡിഫറെന്റ് മാനർ ഇൻ വിച്ച് GST ക്യാൻ ബി പെയ്ഡ്, അതിന്റെ ആ ഒരു GSTയുടെ പേയ്മെന്റ് മാനർ. ദെൻ ടാക്സ് ഡിഡക്ഷൻ ഓഫ് സോഴ്സ്, അപ്പോൾ തന്നെ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സിന്റെ എങ്ങനെ ടാക്സ്, ഇതെല്ലാം GSTയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇൻകം ടാക്സിലൊക്കെ ഉള്ളത് പോലെ തന്നെ GSTയിലും ടാക്സ് ഡിഡക്ഷൻ സോഴ്സ് പറഞ്ഞിട്ടുണ്ട്. ദെൻ കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്, ദെൻ റീഫണ്ട്സ്, റൂൾസ് റിഗാർഡിംഗ് ദ റീഫണ്ട്സ്. ഇത് വളരെ എലാബറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോർഷനാണ്. ഇതിൽ തന്നെ ഒരു 30 ഇൻസ്ട്രക്ഷണൽ അവേഴ്സ് MG യൂണിവേഴ്സിറ്റി ഇതിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയും എലാബറേറ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ പഠിക്കണം. ഇത്രയും എലാബറേറ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു ടാക്സ് പ്രാക്ടീഷണറായി തീരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ, നിങ്ങൾ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ കോഴ്സ് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ ഒരു ടാക്സ് പ്രാക്ടീഷണറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എങ്ങനെ നമ്മളിത് കണക്ക് കൂട്ടും, അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻപുട്ട് ടാക്സിന്റെ ക്രെഡിറ്റ് എങ്ങനെ വരും, ഇതിന്റെ അസസ്മെന്റ് ഏത് രീതിയിലാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ 4ാമത്തെ മോഡ്യൂളിന്റെ അകത്ത് പ്രധാന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് GST, 4th മോഡ്യൂൾ. Then the last module is registration. അപ്പം അത് GSTയുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രജിസ്ട്രേഷൻ, then returns and accounts and assessment. GSTയുടെ രജിസ്ട്രേഷൻ, അപ്പം അതിന്റെ ആ പ്രൊസീജിയർ ഓഫ് രജിസ്ട്രേഷൻ, then who all are liable to get registered, ആർക്കൊക്കെയാണ് രജിസ്ട്രേഷൻ ലയബിലിറ്റി ഉള്ളത്, രജിസ്ട്രേഷന്റെ പ്രൊസീജിയർ എന്താണ്, എഗെയിൻ അതുപോലെ അസസ്മെന്റിന്റെ പ്രൊസീജിയർ എന്താണ്, who all are liable to be get അസസ്മെന്റ് ചെയ്യേണ്ടത് ആരൊക്കെയാണ്, അവിടെ ലയബിലിറ്റി ഏതൊക്കെ രീതിയിൽ വരും. ദെൻ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും രജിസ്ട്രേഷൻ, പേഴ്സൺസ് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. GST റൂള് പ്രകാരം, GST ആക്ട് പ്രകാരം ആരൊക്കെയാണ്, അല്ലെങ്കിൽ
ഏതൊക്കെ തരത്തിലുള്ള ഡീലേഴ്സ് ആണ് രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിലിറ്റി ഉള്ളത്? പേഴ്സൺസ് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. GST രജിസ്ട്രേഷൻ ലയബിലിറ്റി ആരിലൊക്കെയാണ് ഉണ്ടാകുന്നത്? ദെൻ കമ്പൽസറി രജിസ്ട്രേഷൻ. വോളണ്ടറി പോലെ തന്നെ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ട ഡീലേഴ്സ് ആരൊക്കെയാണ്? ആദ്യം പറഞ്ഞിരിക്കുന്നത് ജനറൽ ലയബിലിറ്റി ആണ്. ആർക്കൊക്കെ രജിസ്ട്രേഷൻ എടുക്കാനുള്ള ലയബിലിറ്റി ഉണ്ട്. രണ്ടാമത് കമ്പൽസറി, നിർബന്ധമായിട്ടും ഏതൊക്കെ ഡീലേഴ്സ് ആണ് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കേണ്ടത്? കമ്പൽസറി രജിസ്ട്രേഷൻ. ദെൻ ഡീംഡ് രജിസ്ട്രേഷൻ. ഡീം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടും. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിലും രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിട്ട് കണക്കാക്കിയിരിക്കുന്നു. ഡീംഡ് രജിസ്ട്രേഷൻ. സോ വാട്ട് മീനിങ് ഓഫ് ഡീംഡ് രജിസ്ട്രേഷൻ? രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടതായി രജിസ്റ്റർ ചെയ്തിട്ട് കണക്കാക്കുന്ന ആരൊക്കെയാണ്? ദെൻ ഡീംഡ് രജിസ്ട്രേഷൻ. പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ. അതിൻ്റെ ആ പ്രൊസീജിയർ എന്തൊക്കെയാണ്? പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ. നമുക്കൊരു GST രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്താണ്? ഏതൊക്കെ ഫോംസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്? ഇത് ഏതൊക്കെ അതോറിറ്റിയുടെ മുമ്പിലാണ് പ്രസന്റ് ചെയ്യേണ്ടത്? പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് GST. ദെൻ GSTN. GSTN അത് GST ടിൻ ആണ്. ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ കിട്ടുന്നതാണ്. ഐഡന്റിഫിക്കേഷൻ നമ്പർ GSTN. ദെൻ അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷനിൽ മാറ്റങ്ങൾ വരുത്താം. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള പ്രൊസീജിയർ. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. അപ്പം നമ്മൾ GST ആക്ട് പ്രകാരം രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയേഴ്സും അതിൻ്റെ വളരെ വ്യക്തമായിട്ടും ഈ ഒരു മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കൊക്കെയാണ് ലയബിലിറ്റി ഉള്ളത്? ഇനി രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് ആരൊക്കെ രജിസ്റ്റർ ചെയ്യണം? ഡീം രജിസ്ട്രേഷൻ ആർക്കൊക്കെയാണുള്ളത്? രജിസ്ട്രേഷൻ അമെൻമെന്റ് എപ്പോഴുണ്ടാകാം? ഇനി ഏതൊക്കെ ഫോംസ് ആണ് കൊടുക്കേണ്ടത്? ദെൻ അഗെയിൻ റിവോക്കേഷൻ ഓർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കുന്നു, റിവോക്ക് ചെയ്യുന്ന പ്രൊസീജിയർ, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ മോഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. Then furnishing details of supplies, returns, accounts and records. GST ആക്ട് പ്രകാരം എന്തൊക്കെ റിട്ടേൺസ് ആണ് ഫയൽ ചെയ്യേണ്ടത്? ദെൻ സപ്ലൈസിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ കൊടുക്കണം? അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്, ഏതൊക്കെ അക്കൗണ്ട്സും റെക്കോർഡ്സും ആണ് ടാക്സ് അതോറിറ്റിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ടത്? ദെൻ ഫോംസ് ഫോർ ദി അബോവ്, ഇതിനു വേണ്ടി എന്തൊക്കെ ഫോംസ് ആണ് ഉപയോഗിക്കേണ്ടത്? ദെൻ അഗെയിൻ അസസ്മെന്റ്, ഇതിനെക്കുറിച്ചുള്ള ഒരു ടോട്ടൽ അസസ്മെന്റ്. ഇനി ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആൻ ഓവർവ്യൂ ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്. അസസ്മെന്റ് പ്രൊസീജിയറും വേരിയസ് ടൈപ്സ് ഓഫ് അസസ്മെന്റിനെ കുറിച്ചുമുള്ള ഒരു ഓവർവ്യൂ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇങ്ങനെയാണ് ഈ 5 മോഡ്യൂൾ ഇവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം GST 5 മോഡ്യൂളുണ്ട്, 90 ഇൻസ്ട്രക്ഷൻ അവേഴ്സ് ആണ്. ഈ 90 ഇൻസ്ട്രക്ഷൻ അവേഴ്സിന്റെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഈ കോഴ്സ് പാസ്സായി ഇറങ്ങുന്ന അല്ലെങ്കിൽ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ പാസ്സായി ഇറങ്ങുന്ന ഒരു സ്റ്റുഡന്റ്, ഒരു ഗ്രാജുവേറ്റ് എന്താണ്, ഒരു GST പ്രാക്ടീഷണർ ആകാൻ കേപ്പബിൾ ആകണം. അതാണ് ഈ ഒരു പേപ്പർ കൊണ്ട് MT യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന് പുറമെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു നോളജ് കിട്ടണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ GST ആക്ടിന്റെ എല്ലാ പ്രൊവിഷൻസും റെഫർ ചെയ്യണം. ഓൾ ദി പ്രൊവിഷൻസ് ഓഫ് സെൻട്രൽ GST, CGSTയുടെ എല്ലാ പ്രൊവിഷൻസും, GSTയുടെ ബെയർ ആക്ട് റെഫർ ചെയ്ത എല്ലാ കാര്യങ്ങളും കിട്ടും. അതുപോലെ തന്നെ അതിന്റെ പ്രൊസീജിയേഴ്സും റൂൾസും. ഒരു GST പ്രാക്ടീഷണർ ആകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേപ്പർ കൊണ്ട് തന്നെ പ്രയോജനം ഉണ്ടാകണമെന്നില്ല. ഇതൊരു ബേസിക് മാത്രമാണ്, ഒരു അടിസ്ഥാനം മാത്രമാണ്. ഇതിന് പുറമെ GSTയുടെ ബെയർ ആക്ടും അതിന്റെ റൂൾസും പ്രൊസീജിയേഴ്സും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതാണ് ഓൾ ദി പ്രൊവിഷൻസ് ഓഫ് സെൻട്രൽ GST, then again state GST and integrated GST acts and rules. ആക്ടും റൂളും കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഒരു ടാക്സ് പ്രാക്ടീഷണർ ആകാൻ സാധിക്കുകയുള്ളൂ.
അത് CGST ആണെങ്കിലും SGST ആണെങ്കിലും IGST ആണെങ്കിലും ഇതിൻ്റെ ആക്റ്റിൽ വന്ന എല്ലാ പ്രൊവിഷൻസും എല്ലാ സെക്ഷൻസും അതിൻ്റെ റൂൾസും അതുപോലെ പ്രൊസീജിയേഴ്സും ദെൻ അമെൻഡഡ് അപ് ടു ഡേറ്റ് ഇന്ന് വരെ അമെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഈ ഒരു സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് MG യൂണിവേഴ്സിറ്റി പറയുന്നത്. ഈ 5 മോഡ്യൂളിന് പുറമെ GSTയുമായിട്ട് ബന്ധപ്പെട്ട GST ആക്ടിൽ പറഞ്ഞിരിക്കുന്ന CGST ആക്ടും IGST ആക്ടും അതുപോലെ SGST ആക്ടും എല്ലാം പറഞ്ഞിരിക്കുന്ന എല്ലാ റൂൾസും പ്രൊവിഷൻസും പ്രൊസീജിയേഴ്സും വിത്ത് അമെൻമെന്റ്സ് ടിൽ ഡേറ്റ്. അപ്പം ഇതിൻ്റെ അമെൻമെന്റ്സ് എല്ലാ ലേറ്റസ്റ്റ് അമെൻമെന്റ്സും ഉൾപ്പെടെ ഈ GST പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. I think we can stop our session today. Then in our next sessions we will start the first module. Till then, thank you.